ഇന്ന് മാത്സിൻ്റെ ആക്ടിവിറ്റി ബുക്കാണ് നോക്കുന്നത്. എല്ലാവരും പേജ് നമ്പർ 10 എടുക്കുക. അതിൽ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ടല്ലേ. കളർ ദ ടോൾ ബിൽഡിംഗ് റോസ്, ദ ഷോർട്ട് വൺ യെല്ലോ. ടോൾ ബിൽഡിങ് റോസ് കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, റോസ് കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് ബിൽഡിങ്ങിന് യെല്ലോ കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടോൾ എന്ന് പറഞ്ഞാൽ പൊക്കം കൂടിയതാണ് കേട്ടോ. ടോൾ എന്ന് പറഞ്ഞാൽ പൊക്കം കൂടിയത്. അതിൻ്റെ ഷോർട്ട് എന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞത്. അപ്പോൾ ഇതിൽ പൊക്കം കൂടിയ ബിൽഡിംഗ് ഏതാ? ഇതല്ലേ. ഇതിന് നമ്മൾ റോസ് കളർ കൊടുക്കണു. ഷോർട്ട് ബിൽഡിംഗ് ഏതാണ്? ഇതല്ലേ. ഇതിന് നമ്മൾ യെല്ലോ കളർ കൊടുക്കുക. ഇനി കളർ ദ തിക്ക് ബുക്ക് ഇൻ മീനൂസ് ഹാൻഡ് റെഡ് ആൻഡ് തിൻ ബുക്ക് ബ്ലൂ. കണ്ടോ, അവിടെ ഒരു കുട്ടി നിൽക്കണ. ആ കുട്ടിയുടെ പേര് മീനു എന്നാണ് അല്ലേ. മീനുവിൻ്റെ കയ്യിലുള്ള എന്താണ്, 2 ബുക്ക് ഉണ്ടല്ലോ. 2 ബുക്ക് കാണാനില്ലേ, 2 ബുക്കുകൾ. അതിലെ തിക്ക് ബുക്കിന്, തിക്ക് എന്ന് പറഞ്ഞാൽ വണ്ണം കൂടിയത്, വണ്ണം കൂടിയ ബുക്കിന് റെഡ് കളറും അതുപോലെ തന്നെ തിൻ ബുക്കിന് ബ്ലൂ കളറും കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തിൻ എന്ന് പറഞ്ഞാൽ വണ്ണം കുറഞ്ഞത്. അപ്പോൾ ഇതിൽ തിക്ക് ബുക്ക് ഏതാ നോക്കി നോക്കൂ. ഇതല്ലേ. ഇതിന് നമ്മൾ റെഡ് കളർ കൊടുക്കുക. ഇനി വണ്ണം കുറഞ്ഞ ബുക്ക് ഏതാ? തിൻ ബുക്ക് ഏതാണ്? ഇതല്ലേ. ഇതിന് നമ്മൾ ബ്ലൂ കളർ കൊടുക്കുക. കളർ ദി ഡ്രസ് ഓഫ് ദ പേഴ്സൺ ഹോൾഡിംഗ് ദ ലോങ് സ്റ്റിക്ക് ഓറഞ്ച് ആൻഡ് ദ ഷോർട്ട് വൺ വയലറ്റ്. അവിടെ പിക്ചറിൽ 2 പേര് സ്റ്റിക്ക് പിടിച്ച് നിൽക്കണ കാണാല്ലേ. അതിൽ ലോങ് സ്റ്റിക്ക് പിടിച്ചിരിക്കുന്ന ആൾക്ക് എന്ത് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഓറഞ്ച് കളർ കൊടുക്കുക. ലോങ് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ നീളം കൂടിയത് കേട്ടോ, നീളം കൂടിയ വടി. ആൻഡ് ദ ഷോർട്ട് സ്റ്റിക്ക് പിടിച്ച് നിൽക്കുന്ന ആൾക്ക് എന്ത് കൊടുക്കുക? വയലറ്റ് കളറ് കൊടുക്കുക ഡ്രസ്സിന് കേട്ടോ. ഷോർട്ട് എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞത്. ഇവിടെ പിക്ചറിൽ ഒരു മാനും വുമണും ആണ് ഉള്ളത് അല്ലേ. മാനാണല്ലോ ലോങ് സ്റ്റിക്ക് പിടിച്ച് നിൽക്കണ. മാനിൻ്റെ ഡ്രസ്സിന് നമ്മൾ എന്ത് കൊടുക്കുക? ഓറഞ്ച് കളർ കൊടുക്കുക. വുമൻ്റെ ഡ്രസ്സിന് എന്ത് കളർ കൊടുക്കുക? വയലറ്റ് കളർ കൊടുക്കുക. അടുത്തത് പേജ് നമ്പർ 11 എടുക്കുക. കളർ ദ ലീവ്സ് ഓഫ് ദ ട്രീ ഫാർ ഫ്രം ദ ഹൗസ് യെല്ലോ ആൻഡ് ദ ട്രങ്ക് ബ്ലാക്ക്. ആ പിക്ചർ നോക്കൂ. പിക്ചറിൽ കണ്ടോ, ദൂരെ ഒരു മരമുണ്ട്, തൊട്ടടുത്തായിട്ടൊരു മരമുണ്ട്. എന്ത് കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ദൂരെ കിടക്കണ മരമല്ലേ. ഫാർ എന്ന് പറഞ്ഞാൽ ദൂരെ കിടക്കണ മരത്തിൻ്റെ ലീവ്സിന്, ഇലകൾക്ക്, ലീവ്സ് എന്ന് പറഞ്ഞാൽ ഇലകൾക്ക് യെല്ലോ നിറം കൊടുക്കാൻ. യെല്ലോ എന്ന് പറഞ്ഞാൽ എന്താ? മഞ്ഞ നിറം കൊടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ട്രങ്ക് എന്ന് പറഞ്ഞാൽ തടിക്ക് എന്ത് നിറം കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? ബ്ലാക്ക്, അതായത് കറുപ്പ് നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ട്രീയുടെ ലീവ്സിന് യെല്ലോ കൊടുക്കുക, ഇതിൻ്റെ ട്രങ്കിന് ബ്ലാക്ക് കൊടുക്കുക. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? കളർ ദ ലീവ്സ് ഓഫ് ദ ട്രീ നിയർ ദ ഹൗസ് ഗ്രീൻ ആൻഡ് ദ ട്രങ്ക് ബ്രൗൺ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൗസിൻ്റെ അടുത്ത് കിടക്കുന്നത്, അതായത് നിയർ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ട്രീയുടെ ലീവ്സിന് ഗ്രീൻ കളറും അതായത് പച്ച നിറവും അതിൻ്റെ ട്രങ്ക് എന്ന് പറഞ്ഞാൽ തടിക്ക് എന്ത് നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ബ്രൗൺ കളറ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതാ ഈ ട്രീയുടെ ലീവ്സിന് ഗ്രീൻ കൊടുക്കുക. അതായത് നിയർ അല്ലേ ട്രീ? എവിടെയാ? ഹൗസിൻ്റെ അടുത്ത് നിൽക്കണതല്ലേ, നിയർ അല്ലേ. അതിൻ്റെ ലീവ്സിന് ഗ്രീൻ കൊടുക്കുക, ട്രങ്കിന് ബ്രൗൺ കൊടുക്കുക. പെയിൻറ്റ് ദ ഹൗസ് ആസ് യു വിഷ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹൗസിന് കളർ ദ ബിഗ് ഗോട്ട് ബ്രൗൺ ആൻഡ് ദ സ്മോൾ വൺ ബ്ലാക്ക്. എന്താ പറഞ്ഞിരിക്കുന്നത്? ബിഗ് ഗോട്ടിന് വലിയ ആടിന് ബ്രൗൺ നിറം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്മോൾ വണ്ണിന് എന്ത് നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ബ്ലാക്ക്. അപ്പോൾ ചെറുതിന് ബ്ലാക്കും ബിഗ് എന്ന് പറഞ്ഞാൽ വലുതിന് ബ്രൗണും. ഈ ഗോട്ടിന് നമ്മൾ എന്ത് നിറം കൊടുക്കും? ഇതല്ലേ ബിഗ്? ബ്രൗൺ. ഇതല്ലേ സ്മോൾ ഗോട്ട്? നമ്മൾ എന്ത് നിറം കൊടുക്കും? ബ്ലാക്ക്. നെക്സ്റ്റ്, കളർ ദ ഹെവി തിങ് ഇൻ മിലൻസ് ഹാൻഡ് ഗ്രീൻ ആൻഡ് ലൈറ്റ് വൺ റെഡ്. ആൺകുട്ടിയുടെ പേരെന്താ? മിലൻ എന്നാണല്ലേ. മിലൻ്റെ കയ്യിൽ 2 തിങ്സ് ഉണ്ടല്ലോ.
അതിൽ ഒന്ന് ഹെവി തിങ് ആണ്, ഒന്ന് ലൈറ്റ് വണ്ണാണ്. എന്താ ഹെവി എന്ന് പറഞ്ഞാൽ? ഹെവി എന്ന് പറഞ്ഞാൽ നല്ല കനം കൂടിയത് കേട്ടോ. ലൈറ്റ് എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞത്. മിലൻ്റെ കയ്യിൽ എന്തൊക്കെയുള്ളത്? ജാക്ക് ഫ്രൂട്ടും ഉണ്ട്, ഒരു ബലൂണും ഉണ്ട്. ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ചക്ക. ജാക്ക് ഫ്രൂട്ടാണോ ബലൂണാണോ ഹെവി ആയിട്ടുള്ളത്? ജാക്ക് ഫ്രൂട്ടല്ലേ. അപ്പോൾ നമ്മൾ ജാക്ക് ഫ്രൂട്ടിന് എന്ത് കൊടുക്കുക? നിറം എന്ത് കൊടുക്കുക? ഗ്രീൻ കൊടുക്കുക. ബലൂണിന് എന്ത് നിറം കൊടുക്കുക? റെഡ് കൊടുക്കുക. എല്ലാവരും പേജ് നമ്പർ 12 എടുക്കുക. ഇവിടെ നമുക്ക് 2 സീൻസ് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഫോക്സ് ആൻഡ് ക്രെയിൻ എന്ന് പറഞ്ഞ സ്റ്റോറിയുടെ 2 സീനുകളാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഫോക്സും ക്രെയിനിൻ്റെയും കഥ. എന്താ പറഞ്ഞിരിക്കുന്നത്? പുട്ട് എ ടിക്ക് മാർക്ക് ബിലോ ദ വെസൽ വിച്ച് ഈസ് ഫുൾ. അതായത് ഇതിൽ നമുക്ക് 2 വെസൽസ് തന്നിട്ടുണ്ട്. ആ വെസലിൽ ഫുള്ളായിരിക്കുന്ന വെസലിന് ടിക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ചോട്ടിൽ ടിക്ക് ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫുൾ എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്നത് കേട്ടോ. കാണാൻ അറിയണ്ടല്ലോ, ഫോക്സിനൊന്നും കുടിക്കാൻ പറ്റിയിട്ടില്ല കണ്ടോ, അതിനാണ്. അപ്പോൾ അത് ഫുൾ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ. കൊറ്റി കണ്ടോ, കുടിച്ച് അടിയിലെത്തിരിക്കണു അല്ലേ ബോട്ടിൽ. ഓക്കെ, അപ്പോൾ അതിന് ടിക്ക് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത സീൻ നോക്കൂ. പുട്ട് എ ടിക്ക് മാർക്ക് ബിലോ ദ വെസൽ വിച്ച് ഈസ് എംപ്റ്റി. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ടിക്ക് മാർക്ക് ഇടാൻ തന്നെ പറയുന്നത്. ഏത് വെസലാണോ തീർന്നിരിക്കുന്നത് വെസലിൻ്റെ ചോട്ടിൽ ഒരു ടിക്ക് മാർക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോക്സിൻ്റെ പാത്രം എല്ലാം കഴിഞ്ഞിരിക്കണു അല്ലേ, അപ്പോൾ അതിന് ടിക്ക് ഇടുക. അടുത്തത് പേജ് നമ്പർ 13 എടുക്കുക. ഹൗസ് ഹോൾഡ് യൂട്ടൻസിൽസ്. ഹൗസ് ഹോൾഡ് യൂട്ടൻസിൽസ് എന്ന് പറഞ്ഞാൽ വീട്ടുപകരണങ്ങൾ. സം പിക്ചേഴ്സ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് തിങ്സ്, ഗിവ് ദ സെയിം കളർ ടു ദീസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? എണ്ണത്തിൽ ഒരുപോലുള്ള നമ്മുടെ വീട്ടുപകരണങ്ങൾക്ക് ഒരേ കളറ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ തന്നിരിക്കുന്നത് കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്തിട്ട് ഒരുപോലെ നമ്പറുള്ള എണ്ണത്തിൽ ഒരുപോലുള്ള പിക്ചേഴ്സിന് എന്ത് ചെയ്യുക? സെയിം കളർ കൊടുക്കുക, ഒരേ നിറം കൊടുക്കുക. ഇങ്ങനെയാണ് കിട്ടുക ആൻസർ. ഇങ്ങനെ ചെയ്താൽ മതി. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.